ഈശോയിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ദേവപുത്രൻ നമ്മുടെയൊക്കെ പുതപ്പായി മാറിയതിൻ്റെ ഓർമ്മയാണ് ക്രിസ്തുമസ്. ആദിമാതാപിതാക്കന്മാരായ ആദവും ഹൗവയും വിലക്കപ്പെട്ട ബലം ഭക്ഷിക്കുന്നതിലൂടെ തങ്ങളുടെ നഗ്നതയെ, കുറ്റബോധത്തെ തിരിച്ചറിയുകയാണ്. അങ്ങനെ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ആ കുറ്റബോധത്തെ, നഗ്നതയെ മറക്കാൻ ദൈവം തൻ്റെ പുത്രനെ നമ്മുടെയൊക്കെ പുതപ്പാക്കി പങ്കുവെക്കുന്നതിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ് നമുക്ക് സമ്മാനിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം ധ്യാനിക്കുന്നുണ്ട്: തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഓരോ ക്രിസ്മസും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് തൻ്റെ നിത്യതയുടെ മഹത്വത്തിൽ നിന്ന് നമ്മുടെ ഇല്ലായ്മയിലേക്ക് ദൈവപുത്രൻ നടത്തുന്ന പുറപ്പാടിനെയാണ്. ഓരോ ക്രിസ്മസും നമ്മളോട് ആവശ്യപ്പെടുന്നത് ദൈവപുത്രൻ്റെ ഈ സ്വയം ശൂന്യവൽക്കരണത്തെ അനുകരിച്ചുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളുടെ ഇല്ലായ്മകളിൽ, കുറവുകളിൽ, ദാരിദ്ര്യത്തിൽ നാമൊക്കെ സംരക്ഷണത്തിൻ്റെ, സ്നേഹത്തിൻ്റെ പുതപ്പായിട്ട് മാറുവാനാണ്. പുൽക്കൂടിനെ ധ്യാനിക്കുമ്പോൾ 2 തരത്തിലുള്ള ആളുകളെ നാം കണ്ടുമുട്ടുന്നുണ്ട്. ആദ്യത്തെ കൂട്ടർ ഉണ്ണിയേശുവിന് പുതപ്പാകുന്നതിൽ പരാജയപ്പെടുന്നവരാണ്. 2-ാമത്തെ കൂട്ടർ ഉണ്ണിയേശുവിന് പുതപ്പായി മാറുന്ന വ്യക്തികളാണ്. ആദ്യം നമുക്ക് ഉണ്ണിയേശുവിന് പുതപ്പാകുന്നതിൽ പരാജയപ്പെട്ടു പോകുന്ന വ്യക്തികളെക്കുറിച്ച് ധ്യാനിക്കാം. പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ ഔസേപ്പിതാവും പ്രസവ സമയം അടുക്കുമ്പോൾ ഒരുപാട് വാതിലുകളിൽ അഭയത്തിനായി മുട്ടിയിട്ടുണ്ടാവാം. എന്നാൽ അവർക്ക് അവിടെയൊന്നും അഭയം കിട്ടുന്നില്ല. ഈ വ്യക്തികളെല്ലാവരും ഉണ്ണിയേശുവിന് പുതപ്പായി മാറുന്നതിൽ പരാജയപ്പെട്ടു പോയ വ്യക്തികളാണ്. അതുപോലെ തന്നെ ഹെറോദസ് രാജാവ് പൂജരാജാക്കന്മാരിൽ നിന്നും അതുപോലെ പണ്ഡിതരിൽ നിന്നും വരാനിരിക്കുന്ന രക്ഷകനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കൃത്യമായി അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഉണ്ണിയേശുവിന് പുതപ്പാവുന്നതിന് പകരം ഉണ്ണിയേശുവിനെ ഏതു വിധേയനെയും ഇല്ലാതാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മളിൽ പലരും എൻ്റെ കുടുംബം, എൻ്റെ തൊഴിൽ, എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം എന്ന ഇടുങ്ങിയ ചിന്താഗതിയിലൂടെ കടന്നു പോകുന്നവരാണ്. മറ്റുള്ളവർക്ക് പുതപ്പാകുന്നതിൽ പരാജയപ്പെട്ട് പോകുന്നവരാണ് ഇവരൊക്കെ. എനിക്കുണ്ടായ ഒരു വ്യക്തിപരമായ അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദൈവശാസ്ത്രം പഠിക്കുന്നത് ബാംഗ്ലൂരിലെ ഞങ്ങളുടെ ക്രിസ്തുജ്യോതി കോളേജിലാണ്. അത് TC പാളയ എന്ന സ്ഥലത്താണ്. ഞങ്ങൾ 1-ാം വർഷം ദൈവശാസ്ത്രം ചെയ്യുമ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ഗ്രാമങ്ങളിലെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാനായി പോകുമായിരുന്നു. ഞായറാഴ്ച ദിവസം ഈ കുട്ടികളുടെ ഭവനങ്ങൾ സന്ദർശിക്കുമായിരുന്നു. എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് ഫാദർ രാജശേഖർ എന്ന് പറഞ്ഞ ബ്രദറായിരുന്നു. അദ്ദേഹത്തിന് തെലുങ്കും തമിഴും കന്നഡയും എല്ലാ ഭാഷകളും നന്നായിട്ട് വശമായിരുന്നു. അങ്ങനെ ഓരോ കുട്ടികളുടെയും വീടുകളിൽ ചെന്ന് അവരുടെയൊക്കെ കുടുംബത്തിൻ്റെ പശ്ചാത്തലവും മറ്റ് സുഖാന്വേഷണങ്ങളൊക്കെ ഞങ്ങൾ നടത്തുമായിരുന്നു. അങ്ങനെ ഭവന സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ട്യൂഷൻ സെൻ്ററിൽ ഉണ്ടായിരുന്ന കുട്ടി വന്നിട്ട് ഒരു ഭവനം സന്ദർശിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആ വീട്ടിലെ കുട്ടികളാരും ഞങ്ങളുടെ ട്യൂഷൻ സെൻ്ററിൽ വരുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ഞങ്ങളോട് ആ വീട് സന്ദർശിക്കണമെന്ന് ഈ കുട്ടി പറയുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ ആ കുട്ടിയോടൊപ്പം ആ വീട്ടിലേക്ക് എത്തിച്ചേരുകയാണ്. ആ വീട്ടിലെ ഗൃഹനാഥൻ ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു ഹൃദയാഘാതം വന്ന് മരിക്കുകയുണ്ടായി. ആ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും 18 വയസ്സുള്ള മൂത്ത മകളും 1.5 വയസ്സുള്ള ഇളയ മകനുമാണ് ഉണ്ടായിരുന്നത്. ഈ മകൾ 1 വർഷം മുമ്പ് ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. ഈ മകളുടെ കൈ ഒടിയുകയുണ്ടായി. അന്ന് പ്ലാസ്റ്റർ ഇട്ടെങ്കിലും ആ കൈ ഇതുവരെ ശരിയായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ ഈ കൈ അനക്കാതെ മാറോട് ഈ മകൾ ചേർത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഈ കുഞ്ഞുകുട്ടി ഉള്ളതുകൊണ്ട് ഈ ചേച്ചിക്ക് ജോലിക്കൊന്നും പോകുവാൻ സാധിച്ചിരുന്നില്ല. ഈ മരിച്ചുപോയ ചേട്ടൻ്റെ 2-ാമത്തെ വിവാഹമായിരുന്നു ഇത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഈ വിവാഹത്തിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ചേട്ടൻ മരിച്ചതിന് ശേഷം ആ ചേട്ടൻ്റെ കുടുംബം ഇവരുടെ കാര്യങ്ങളിൽ യാതൊരു ശ്രദ്ധ പുലർത്തിയിരുന്നില്ല എന്ന് മാത്രമല്ല, ഈ കുടുംബവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് കളയുകയുണ്ടായി. ഈ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ചെറിയ സഹായം കൊണ്ടാണ് ഈ കുടുംബം മുന്നോട്ട് പോയിരുന്നത്. ഈ ചേച്ചിക്ക് ജോലിക്കൊന്നും പോകുവാൻ സാധിക്കാതിരുന്നതുകൊണ്ട് ഈ മൂത്ത മകളുടെ ചികിത്സ തുടരുവാൻ സാധിച്ചിരുന്നില്ല.
അങ്ങനെ ഈ കുടുംബത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബ്രദർ എത്രയും വേഗം ഈ കുട്ടിയുടെ കൈയുടെ സ്കാൻ നടത്തി ഓപ്പറേഷൻ ചെയ്ത് കൈ ശരിയാക്കണമെന്ന് പറയുകയുണ്ടായി. ഞങ്ങൾ തിരിച്ച് സെമിനാരിൽ ചെന്ന് സീനിയേഴ്സിനോടൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ഈ കുടുംബത്തെ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ഞായറാഴ്ച സ്കാൻ ചെയ്യാനുള്ള പൈസയുമായിട്ട് ഞങ്ങൾ ഈ ഭവനത്തിൽ എത്തിച്ചേരുകയാണ്. അങ്ങനെ ആ പൈസ നൽകി എത്രയും വേഗം ഈ കൈയുടെ സ്കാൻ നടത്തി ഓപ്പറേഷൻ നടത്തണമെന്ന് ആ കുടുംബത്തോട് പറയുകയുണ്ടായി. അങ്ങനെ വീണ്ടും അടുത്ത ഞായറാഴ്ച ഈ സ്കാൻ റിപ്പോർട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ ചെന്ന് ആ അമ്മയോട് സ്കാൻ റിപ്പോർട്ട് ചോദിച്ചപ്പോൾ ആ സ്കാൻ റിപ്പോർട്ട് തരാതെ അവർ പരുങ്ങുന്നതാണ് കണ്ടത്. എൻ്റെ കൂട്ടുകാരൻ അവരോട് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോഴാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് ആ വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യാനുള്ള അരിയോ പലവ്യഞ്ജനങ്ങളോ പച്ചക്കറികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നൽകിയ പൈസക്കാണ് അവർ അതെല്ലാം മേടിച്ചത്. 3 വയറുകൾ വിശപ്പിനാൽ വലയുമ്പോൾ എങ്ങനെയാണ് മകളുടെ കൈ സ്കാൻ ചെയ്യുന്നതിനെക്കുറിച്ച് അവർ ചിന്തിക്കുക. ആ ഒരു നിമിഷത്തിലാണ് അവർ കടന്നു പോകുന്ന ആ ഒരു ബുദ്ധിമുട്ടിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ ആഴം ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയത്. പിന്നീട് സെമിനാരിയിൽ തിരിച്ചു ചെന്ന് ക്രിസ്മസിനും ഈസ്റ്ററിനൊക്കെ ഞങ്ങളാൽ കഴിയും വിധം കൊച്ചു കൊച്ചു സഹായങ്ങൾ ഈ ഭവനത്തിന് ചെയ്തിരുന്നു. പിന്നീട് മാർച്ചിൽ പരീക്ഷ കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോരുകയുണ്ടായി. ഏപ്രിലും മെയിലും കുടുംബവുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചില്ല. പിന്നീട് മെയ് അവസാനത്തിലാണ് ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂരിലെത്തുന്നത്. തിരിച്ചു ചെന്നപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ ഈ കുടുംബത്തെ സന്ദർശിക്കണം, അവർക്ക് ചെറിയ സഹായം ചെയ്യണമെന്നുള്ള ഒരു തോന്നൽ ശക്തമായി ഉണ്ടായി. പക്ഷെ 2 മാസത്തിന് ശേഷം സെമിനാരിൽ തിരിച്ചെത്തിയതുകൊണ്ട് അത്യാവശ്യമായി ചെയ്തു തീർക്കേണ്ട ചില ജോലികളൊക്കെ ഉണ്ടായിരുന്നു. ജൂണായപ്പോഴേക്കും ഈ ഉള്ളിലുള്ള പ്രേരണ വളരെ ശക്തമായി. അങ്ങനെ എൻ്റെ കൂട്ടുകാരനെയും കൂട്ടി ചെറിയൊരു സഹായവുമായി ഞങ്ങൾ ഈ കുടുംബത്തെ കാണുവാനായിട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ ആ വീട് അടച്ചിട്ടിരിക്കുന്നതാണ് കണ്ടത്. ഞങ്ങൾ ആ വീട്ടിലേക്ക് കൊണ്ടുപോയ ആ കുട്ടിയുടെ അടുത്തേക്ക് ഞങ്ങൾ ചെന്ന് ചോദിച്ചു അവർ എവിടെ പോയി. ആദ്യം ആ കുട്ടിയൊന്നും മിണ്ടിയില്ല. പിന്നീട് എൻ്റെ കൂട്ടുകാരൻ ചോദിച്ചപ്പോൾ അവൾ പറയുകയുണ്ടായി ഏതാനും ദിവസങ്ങളായി ആ ചേച്ചിക്ക് അതികഠിനമായ പനിയുണ്ടായിരുന്നു. പക്ഷെ അവർ അത് ആരോടും പറഞ്ഞില്ല. ഇന്നലെ വൈകുന്നേരം ആ ചേച്ചി വീട്ടിൽ മരണപ്പെട്ട് കിടക്കുന്നതാണ് കണ്ടത്. ആ ചേച്ചിയുടെ വീട്ടുകാർ രാത്രി വരികയും ആ ചേച്ചിയുടെ മൃതശരീരത്തോടൊപ്പം 2 കുട്ടികളെയും കൂട്ടി തഞ്ചാവൂരിലേക്ക് പോയി. സ്നേഹമുള്ളവരെ, വളരെ നൊമ്പരത്തോടു കൂടിയാണ് ഈ ഒരു വാർത്ത ഞാൻ കേട്ടത്. എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറയുകയുണ്ടായി എനിക്ക് എന്താണ് നിന്നോട് പറയേണ്ടതെന്ന് അറിയില്ല, എനിക്ക് കരയുവാനാണ് തോന്നുന്നത്. സ്നേഹമുള്ളവരെ, ആ കുടുംബത്തിന് പുതപ്പാവുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു പോയ ഒരു നിമിഷമായിരുന്നു അത്. പുൽക്കൂടിനെ ധ്യാനിക്കുമ്പോൾ ദിവ്യ ഉണ്ണിക്ക് പുതപ്പായി മാറുന്ന വ്യക്തികളെ നാം കാണുന്നുണ്ട്. മംഗളവാർത്ത വേള മുതൽ ഉണ്ണിയേശുവിന് പുതപ്പായി മാറുന്ന പരിശുദ്ധ അമ്മ തൻ്റെ കുടുംബജീവിതത്തെ ത്യാഗം ചെയ്തുകൊണ്ട് ഉണ്ണിയേശുവിന് സംരക്ഷണത്തിൻ്റെ പുതപ്പായി മാറുന്ന ഔസേപ്പിതാവ്, പാതിരാത്രിക്ക് ഉണ്ണിയേശുവിൻ്റെ ജനന വിവരം അറിയുമ്പോൾ ഉണ്ണിയേശുവിന് പുതപ്പായി പുൽക്കൂടിലേക്ക് എത്തുന്ന ആട്ടിടയന്മാർ, ഉണ്ണിയേശുവിൻ്റെ നക്ഷത്രം കണ്ട് ദൂരദേശത്ത് നിന്ന് ഉണ്ണിയേശുവിന് സമ്മാനങ്ങളുമായി എത്തുന്ന പൂജരാജക്കന്മാർ. സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ഇതുപോലെ മറ്റുള്ളവർക്ക് പുതപ്പാവാൻ വിളിക്കപ്പെട്ടവരാണ്. നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു വ്യക്തിപരമായ അനുഭവമാണ്. ഞാൻ എൻ്റെ ഡീക്കൻ ശുശ്രൂഷ ചെയ്യുന്നത് ഞങ്ങളുടെ കൊല്ലത്തെ സെയിൻറ്റ് സ്റ്റീഫൻസ് പള്ളിയിലാണ്. ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ എൻ്റെ ഒപ്പം സെമിനാരിയിൽ ഉണ്ടായിരുന്ന ടിനു എന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ ആ ഇടവകയിൽ അംഗമായിരുന്നു. ഞാൻ അവിടെ വന്നതറിഞ്ഞ ഒരു ദിവസം അദ്ദേഹം എന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞു. വൈകുന്നേരം 6 മണിക്ക് വരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ 6 മണി കഴിഞ്ഞിട്ടും അദ്ദേഹം എന്നെ കാണാൻ വന്നില്ല. 8 മണി കഴിഞ്ഞപ്പോഴാണ് വന്നത്. ഞാൻ ടിനുവിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത്രം വൈകിയത്. അതൊരു കോവിഡ് 2nd വേവ്, അതൊരു പീക്കായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു ഞാനിപ്പോൾ ഒരു വീടിൻ്റെ മുകളിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത്. എൻ്റെ ഭാര്യ ഗർഭിണിയാണ്. താഴത്ത് പ്രായമുള്ള ഒരു അപ്പച്ചനും അമ്മച്ചിയുമുണ്ട്. അവരുടെ മക്കളൊക്കെ വിദേശത്താണ്. ഇന്ന് രാവിലെ ഈ അപ്പച്ചനും അമ്മച്ചിയും കോവിഡ് പോസിറ്റീവാണെന്നറിഞ്ഞു. ഞാൻ എൻ്റെ ഭാര്യ അവളുടെ വീട്ടിൽ ആക്കാൻ പോയത് കൊണ്ടാണ് വൈകിയത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം സംസാരിച്ചു, പഴയ സ്മരണകളൊക്കെ പുതുക്കി. ഈ കൂട്ടുകാരൻ തിരികെ പോകാൻ ഒരുങ്ങിയപ്പോൾ ഞാൻ ഈ കൂട്ടുകാരനോട് ചോദിക്കുന്നുണ്ട്, ടിനു തിരിച്ച് ഭാര്യയുടെ വീട്ടിലേക്കല്ലേ പോകുന്നത്? ടിനു എന്നോട് പറയുന്നുണ്ട്, ഇല്ല ഞാൻ അവിടേക്കല്ല പോകുന്നത്, മറിച്ച് എൻ്റെ വാടക വീട്ടിലേക്കാണ്. ഞാൻ അപ്പോൾ ടിനുവിനോട് ചോദിക്കുന്നുണ്ട്, അവിടെ ആ അപ്പച്ചനും അമ്മച്ചിയും കോവിഡ് പോസിറ്റീവ് അല്ലേ, നീ അവിടേക്ക് പോയി കഴിഞ്ഞാൽ നിനക്കും കോവിഡ് ആവില്ലേ? കൂട്ടുകാരൻ എന്നോട് പറയുന്നുണ്ട്, ശരിയാണ്, അതിലൊരു റിസ്ക് ഉണ്ട്.
പക്ഷെ എനിക്ക് അവിടേക്ക് തിരികെ പോയേ മതിയാവൂ. കാരണം ആ അപ്പച്ചനും അമ്മച്ചിയും അവിടെ ഒറ്റക്കാണ്. അവരുടെ മക്കളെല്ലാം വിദേശത്താണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും മരുന്നും മറ്റ് സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ തിരിച്ച് അവിടേക്ക് തന്നെ പോവുകയാണ്. സ്നേഹമുള്ളവരെ, ആ കുടുംബത്തിന് മേൽ പുതപ്പാവുന്ന എൻ്റെ കൂട്ടുകാരനെ പ്രതി ഒരുപാട് അഭിമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. സ്നേഹമുള്ളവരെ, ക്രിസ്മസ് ഡിസംബർ 24-നും 25-നും മാത്രം സംഭവിക്കേണ്ട ഒന്നല്ല. നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരുടെ ഇല്ലായ്മകളിൽ, നൊമ്പരങ്ങളിൽ, വേദനകളിൽ, ദാരിദ്ര്യത്തിൽ കരുണയുടെ മുഖമാവുമ്പോൾ ഈശോയെപ്പോലെ നാമും പുതപ്പായിട്ട് മാറുകയാണ്. എപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ പുതപ്പായി മാറുന്ന അനുഭവങ്ങളുണ്ടോ, അപ്പോഴൊക്കെ നമ്മുടെ ഹൃദയത്തിൽ വചനം മാംസം ധരിക്കും, ക്രിസ്മസ് അനുഭവം ഉണ്ടാകും. ഈ ഒരു ക്രിസ്മസിനായിട്ട് നമുക്ക് ഒരുങ്ങുമ്പോൾ നമ്മുടെ മുന്നിലുള്ള സഹോദരങ്ങൾക്ക് സംരക്ഷണത്തിൻ്റെ, കരുണയുടെ, സമൃദ്ധിയുടെ പുതപ്പായിട്ട് മാറുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. അതിന് നല്ലവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും പ്രവിത്തിരുന്നാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഉണ്ണിയേശു നമ്മുടെ ഹൃദയത്തിൻ്റെ അൾത്താരയിൽ പൂജാതനാകട്ടെ. ആമേൻ.